വേറൊരു രാഷ്ട്രം ഘാന. ജൂലൈ 2 മുതൽ 3 അതായത് നാളെയും മറ്റന്നാളുമാണ് ഘാനയിലെ സന്ദർശനം. അവിടെ പ്രസിഡന്റ് ജോൺ ഡ്രമാനി മഹാമയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. അദ്ദേഹവുമായിട്ടാണ് ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ പ്രധാന ഇനങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ചർച്ചകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രധാന ചർച്ചകൾ ഉണ്ടാകും. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള സാമ്പത്തിക പുനഃസംഘടനയെക്കുറിച്ചും ഉള്ള വിശദമായ ചർച്ചകളാണ്. പിന്നെ കൃഷി, അവിടുത്തെ പ്രധാനമായിട്ടുള്ള അവരുടെ വരുമാന സ്രോതസ്സുകളിലൊന്ന് കൃഷിയാണ്. ആ കൃഷിയെക്കുറിച്ചുള്ള ഇന്ത്യക്ക് ഏത് രീതിയിലാണ് അവരുടെ കൃഷിയെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഇന്ത്യയെ കൊണ്ട് ഏത് രീതിയിലുള്ള ഗുണങ്ങളുണ്ടാകും, അതുപോലെ തന്നെ കൃഷി കൊണ്ട് അവിടെ ഘാനയിലെ കൃഷി കൊണ്ട് ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിൽ വ്യാവസായികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചാണ് അവിടെ ചർച്ച നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാധനം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ വാക്സിൻ വികസന കേന്ദ്രം. അവിടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്, വാക്സിൻ വികസിപ്പിക്കുന്നത്. അപ്പോൾ അതും ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിലുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഗുണകരമാകുമോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഡിജിറ്റലായിട്ടുള്ള പൊതുഭൗതിക സൗകര്യങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള കൈമാറ്റം, ഇത്രയും കാര്യങ്ങളുമാണ് ഘാനയുമായിട്ടുള്ള ചർച്ചകൾ വരുന്ന 2-3 ദിവസങ്ങളിൽ നടക്കാം. പിന്നെ അവിടെ നിന്നും 3-4 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്കാണ് പോകുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ ഉണ്ട് എന്ന് പറയുന്നത് 180 വർഷത്തെ പഴക്കമുണ്ട് അവിടുത്തെ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക്. അപ്പം അവിടെ പ്രധാനമന്ത്രിക്ക് വലിയൊരു സ്വീകരണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ 180-ാം വർഷം ആഘോഷിക്കുന്ന അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അവിടെ പ്രധാനമന്ത്രി ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് അവിടെ ലഭിച്ചിരിക്കുന്നതും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ സൗകര്യങ്ങൾ, ഇനി അവർക്ക് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള സൗകര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ചർച്ച നടക്കുക. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടിയാണ്. അതായത് വരുന്ന 2 ദിവസത്തിനുള്ളിൽ 99 ശേഷമുള്ള ഏകദേശം 26 വർഷം 26 വർഷമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടില്ല. 180-ാം വർഷമാണ് ഇന്ത്യൻ കുടിയേറ്റത്തിൻ്റെ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത്രയും വർഷമായിട്ടും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെയുള്ള കുടിയേറ്റക്കാരെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നരേന്ദ്രമോദി അവിടെ സന്ദർശനം നടത്താൻ പോവുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവിടുത്തെ ഇന്ത്യൻ കുടിയേറ്റക്കാർ കാണും. അവർ വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ ഒരുക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.